എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റും ബെയറിഷ് രീതിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് ഈ ഒരു ബെയറിഷ് രീതിയെക്കുറിച്ചും അതിൻ്റെ ഡേറ്റകൾ എടുത്ത് നമ്മൾ വ്യക്തമായിട്ട് വിശകലനം ചെയ്തതാണല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇന്നും 24,200 താഴെ വന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള നമ്മളുടെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ, അതായത് നമ്മളുടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നോക്കിയാൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട റേഞ്ചിലേക്ക് ഇപ്പോൾ മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളെന്നാൽ ഇന്ന് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും HDFC ബാങ്കാണ്. നോക്കൂ, 1.23% ഒരു ഇടിവാണ് HDFC ബാങ്കിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ICICI ബാങ്ക് ഒരു 1.5%, കൊടാക് ബാങ്കും അതുപോലെ തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ നമുക്കിവിടെ റിലയൻസ്, ഇൻഫോസിസ്, TCS ഇവരെ നോക്കുകയാണെങ്കിൽ അവർ പക്ഷേ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കാം, ഇവരെല്ലാം നെഗറ്റീവിലേക്ക് വരികയായിരുന്നു എങ്കിൽ ഇന്ന് നല്ലൊരു ക്രാഷിലേക്ക് മാർക്കറ്റ് വന്നേനെ എന്ന് തീർച്ചയായിട്ടും നമുക്കറിയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡെക്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജ് ഉള്ള കുറച്ച് സ്റ്റോക്കുകൾ താഴേക്ക് പോയാലും ചില സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുന്നത് കാരണം ആ ഒരു ബാലൻസിങ് കാരണം മാർക്കറ്റ് വലിയ കറക്ഷനിലേക്ക് അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റിലേക്ക് പോവാതിരിക്കാൻ കൂടുതൽ സഹായകരമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നതും ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസവും അത് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഓൾറെഡി ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചത് 2 ദിവസം നല്ലൊരു കറക്ഷനിലേക്ക് വന്നത് കാരണം ഒരു പക്ഷേ ഇന്ന് മാർക്കറ്റ് അല്പം കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയസ് എന്ന രീതിയിൽ നിൽക്കുവാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും ഇന്നും നല്ല രീതിയിൽ ഒരു കറക്ഷനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചത്. ഇവിടെ ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻസൊക്കെ വരച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചില ലൈൻസുകളായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാം. എങ്കിലും നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 24,500, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുള്ള 24,340 എന്ന ആ ഒരു റേഞ്ച് അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് 24,145, 35 എന്നീ ലെവലുകളൊക്കെ പ്രധാനപ്പെട്ട ഒരു റേഞ്ചുകളായിരുന്നു. ഈ ഒരു ലെവലുകൾ വരച്ച ശേഷമായിരുന്നു ഇന്ന് രാവിലെ ട്രേഡിംഗ് ആരംഭിച്ചു തന്നെ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുവാനും സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് പ്രധാനപ്പെട്ട റേഞ്ചിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുന്നു. അതിനുശേഷം താഴെ ആ സപ്പോർട്ടൊക്കെ വളരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതും കാണുവാൻ സാധിക്കുന്നു. ഇതാണ് പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്താലുള്ള ഗുണം. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ഷോൾഡർ എന്ന ആ ഒരു പാറ്റേൺ രൂപപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നാൽ തന്നെയും ഒരു നല്ല കറക്ഷൻ എന്ന രീതിയിലേക്കൊക്കെ വരിക എന്നാൽ തീർച്ചയായിട്ടും 24,850 അല്ലെങ്കിൽ 860 എന്ന റേഞ്ചൊക്കെ ഒരു പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് നിലകൊള്ളും. ഇത് മാത്രമല്ല മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലേക്ക് പോയാൽ തന്നെ ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് ഇവിടെയൊക്കെ പോകാനും സാധ്യത കൂടുതലാണ്. ഇനി മുകളിലേക്ക് പോയാൽ തന്നെയും പരമാവധി നമുക്ക് നോക്കാവുന്ന റേഞ്ച് എന്നത് 24,500 എന്ന റേഞ്ചും ആയിരിക്കുമെന്ന് ഓർക്കുക. അപ്പോൾ ഇനി മാർക്കറ്റൊക്കെ 500 മുകളിലേക്ക് അതിശക്തമായ മൊമെൻറ്റത്തിൽ പോയി ക്ലോസ് ചെയ്യുകയാണ് എങ്കിലാണ് നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഒരു ബുള്ളിഷ് രീതിയിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. മാർക്കറ്റ് അങ്ങനെ പെട്ടെന്ന് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ് ഇന്ന് രാത്രി 12:30 വരാനുണ്ട്. അതായത് US-ന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അത് ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റ് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നാളെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഹൈലി വോളറ്റൈലായിരിക്കാം. ഒരു പക്ഷേ പോസിറ്റീവായിട്ടുള്ള രീതിയാണ്, തീർച്ചയായിട്ടും മുകളിലേക്ക് ഒരു യാത്ര ഉണ്ടാവാം. അതല്ല നെഗറ്റീവ് രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു താഴേക്കുള്ളൊരു യാത്രയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവൻറ്റ് ഫുള്ളായിട്ടുള്ള മാർക്കറ്റിലൊക്കെ ഭീകരമായിട്ടുള്ള വോളറ്റിലിറ്റിക്ക് സാധ്യതകൾ വളരെ ഏറെയാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് പലപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് തുടർച്ചയായി 3 ദിവസം ഓൾറെഡി ഫോളോ ചെയ്തു അല്ലേ. അപ്പോൾ ഒരു പക്ഷേ നാളെ അത്ര വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ഇല്ലാതിരിക്കാനും കാരണമാകാം. പക്ഷേ എങ്ങനെ വന്നാലും നമ്മൾ ഇവൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടെ തന്നെ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളിന്ന് കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയാതിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ ചാനലും മറ്റും വരച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. പ്രധാനപ്പെട്ട റേഞ്ചിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരുന്നു. ഇപ്പോഴുള്ള സപ്പോർട്ട് ഏരിയയും കാര്യങ്ങളെല്ലാം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു കഥയെന്നത്. നമുക്ക് നേരെ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വില്ലനായിട്ട് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ബാങ്ക് നിഫ്റ്റി ഒരു 2 ദിവസം മുന്നേ ഒരു ബുള്ളിഷ് രീതിയിൽ നിന്ന് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള 2 ദിവസം ബാങ്ക് നിഫ്റ്റി നല്ലൊരു കറക്ഷനാണ് വന്നത്. പ്രധാനപ്പെട്ട സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് വന്നിരിക്കും.
ചെയ്തിരിക്കുന്നു നമ്മളുടെ ബാങ്ക് നിഫ്റ്റി എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നല്ല ബെയറിഷിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു പക്ഷേ ഇനി താഴേക്ക് വന്നാൽ തന്നെയും പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് നമുക്ക് എടുത്തു പറയാൻ 51,100 എന്ന റേഞ്ചാണ്. അതിനെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 50,600 എന്ന റേഞ്ചൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ശരിക്കും പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു കറക്ഷൻ തീർച്ചയായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നിഫ്റ്റിയുടെ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇനി നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് എപ്പോഴാണോ തിരിച്ച് മുകളിലേക്കൊരു യാത്ര നടത്തുന്നത് ആ സമയത്ത് ഒരു കോൾ സെല്ല് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഒരു സെല്ലേഴ്സ് ആണെങ്കിൽ കോൾ സെല്ല് ചെയ്യുന്ന രീതിയിലേക്ക് മുൻഗണന കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം താഴേക്ക് മാർക്കറ്റ് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും കോൾ സെല്ല് ചെയ്യുന്ന രീതി അത്ര നല്ലൊരു രീതി ആയിരിക്കത്തില്ല. മാർക്കറ്റ് ഇതിനിടയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ് മാർക്കറ്റ് ആണ് എങ്കിൽ തന്നെയും മുകളിലേക്കൊക്കെ ഒരു യാത്ര നടത്താനുള്ള ഒരു റീട്രേസ് എന്ന രീതിയിൽ മുകളിലേക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാം. ആ സമയത്ത് തീർച്ചയായിട്ടും കോൾ സെല്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി കോൾ സെല്ലേഴ്സ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുട്ട് ബൈ ചെയ്യുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായാൽ തന്നെയും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ മാർക്കറ്റിനെ കാണേണ്ടത്. ഇന്ന് ഇന്ത്യ വിക്സ് ഒരു അല്പം താഴേക്ക് വന്നു എന്നത് വളരെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഇവിടെ പ്രീമിയം ഒക്കെ അല്പം മെൽറ്റായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇനി US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റിന് എഗൻസ്റ്റായിട്ട് തന്നെയാണത് നിൽക്കുന്നത്. US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് സ്ട്രെങ്ത് കുറഞ്ഞ് തന്നെ നിൽക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ക്യാഷ് മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ FES സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. ഇന്നും 1317 കോടിക്ക് അവർ സെല്ല് ചെയ്തു. പക്ഷേ 4084 കോടിക്ക് ആര് DIs ബൈ ചെയ്തു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ തന്നെ FISൻ്റെ ഈ ഒരു സെല്ലിംഗ് വളരെ പ്രധാനം തന്നെയാണ്. കാരണം FIS എന്ത് ചെയ്യുന്നു എന്നതിനെ അപേക്ഷിച്ചാണ് റീറ്റെയിലേഴ്സ് അവരുടെ കൂടെ നിന്ന് സെല്ല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് FISൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിന് താഴേക്ക് വന്നത്. FIS എന്നാണോ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബൈയിങ് മോഡിലേക്ക് വരുന്നത് അന്ന് മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവൂ എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. നമുക്കിനി ഇൻഡെക്സ് ഓപ്ഷനിൽ എങ്ങനെയാണ് FISൻ്റെ പ്രകടനം നോക്കാം. ഇൻഡെക്സ് ഓപ്ഷനിൽ FISൻ്റെ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ കോള് സെല്ല് ചെയ്തിരിക്കുന്നത് ഒരു 54,000-നാണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ കോളിൻ്റെ സെല്ലിങ് നേരത്തെ അപേക്ഷിച്ച് ആ ചേഞ്ചസ് നോക്കിയാൽ തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇനി പുട്ട് അവർ ബൈ ചെയ്തിരിക്കുന്നത് ഒരു 4.5 ലക്ഷത്തിനടുത്തുണ്ട് എന്നും കാണുവാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഇത് ബെയറിഷ് എന്ന രീതി തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നേരെ നമ്മൾ ഇനി പ്രോസിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രോസ് ഇവിടെ കോള് സെല്ല് ചെയ്തിരിക്കുന്നത് ഒരു 7 ലാഖിനടുത്തുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുട്ട് ബൈ ചെയ്തേക്കുന്നത് 87,000 സംതിങ്ങിനാണ്. അപ്പോൾ അതും നല്ലൊരു ബെയറിഷിലേക്ക് പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. നമുക്കിനി ക്ലയൻറ്റിൻ്റെ കേസിലേക്ക് നോക്കിയാൽ ക്ലയൻറ്റ് ഇവിടെ ഒരു നല്ല ബുള്ളിഷിലേക്ക് പോകുന്നു. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ചല്ല അതിന് എഗൻസ്റ്റ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് പോകുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിലവിൽ ഒരു നല്ല ബെയറിഷ് തന്നെ FISും പ്രോസും നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നമ്മളിന്ന് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നമുക്കിന്ന് ഓവറോൾ ഉള്ള ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നല്ല രീതിയിൽ പുട്ട് സെല്ലേഴ്സ് അൺവൈൻഡിങ് ആയിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ നോക്കൂ ഇവിടെ 24,200 പോലും കോൾ സെല്ലേഴ്സ് കയറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ പോലും നോക്കൂ 23,900 പോലും അതല്ലെങ്കിൽ അതിന് പിറകിലേക്ക് പോലും ഇവിടെ പുട്ട് സെല്ലേഴ്സ് അൺവൈൻഡിങ് ആകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ബെയറിഷ് രീതി നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു രീതിയാണിത്. നമുക്കിനി ഓവറുള്ള ഓപ്പൺ ട്രസ്റ്റ് നോക്കിയാൽ തന്നെയും 24,200 എന്നതാണ് അല്ലെങ്കിൽ 24,300 എന്നതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും 24,000 എന്നത് തത്വത്തിൽ നമുക്കൊരു സപ്പോർട്ട് പറയാമെങ്കിലും ശരിക്കും 23,850 എന്ന റേഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ 23,900 എന്ന റേഞ്ചൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട സപ്പോർട്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ എന്നതാണ് ഇവിടെ കാണുവാനും സാധിക്കുന്നത്. നോക്കൂ ഇവിടുത്തെ PCRൻ്റെ ലെവലൊക്കെ 0.4 ആണ്. അപ്പോൾ ഈ 0.4 എന്ന് വെച്ചാൽ അൾട്രാ ബെയറിഷ് ആണെന്ന് ആലോചിക്കുക. അറ്റ് ദ മണി വെച്ച് നോക്കിയാൽ തന്നെ 0.63 ആണ്. എങ്ങനെ നോക്കിയാലും ഒരു ബെയറിഷ് രീതി തന്നെയാണ് ഡാറ്റകൾ കാണിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒന്ന് ഓർക്കുക, എങ്ങനെ നിന്നാലും ഈ ഒരു 0.4 എന്നത് അൾട്രാ ബെയറിഷ് ആണെങ്കിൽ തന്നെയും എന്തേലും ഒരു പോസിറ്റീവ് രീതി പെട്ടെന്ന് മാറി മറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു PCR 0.4ലേക്ക് വരുമ്പോൾ ഒരു നല്ല ഷോർട്ട് കവറിങ് നമ്മൾ അന്ന് വെള്ളിയാഴ്ച കണ്ട അതേ ഷോർട്ട് കവറിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് വരുന്ന US-ൻ്റെ ആ ഒരു ഇവൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് സാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നാളെ നമുക്കിനി എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയിലൊക്കെ അറിയാം നിങ്ങൾക്ക് വളരെ വലിയ മൂവ്മെൻറ്റുകളൊക്കെയാണ് നടക്കുന്നത്. ഒരിക്കലും അഗ്രസീവായി ട്രേഡ് ചെയ്യാതിരിക്കുക.
പ്രോഫിറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ സേഫ് റേഞ്ചിലേക്ക് മാറാൻ നോക്കുക. അതല്ല, ഈ ആഴ്ച തന്നെ നഷ്ടങ്ങൾ ഉണ്ടായ ആളുകളാണെങ്കിൽ നാളെ തന്നെ എനിക്ക് ആ നഷ്ടത്തെ മാറ്റിയെടുത്ത് പ്രോഫിറ്റിലാക്കണം എന്ന രീതിയിലുള്ള ട്രേഡുകളിലേക്ക് പോകാതിരിക്കുക. മാർക്കറ്റിൻ്റെ സ്വഭാവം നമ്മൾ തുടർച്ചയായി പല എക്സ്പയറിയിലും കണ്ടതാണ്. വളരെ വലിയ മൂവ്മെൻറ്റുകൾ ഉള്ള ഒരു മാർക്കറ്റാണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സ്പയറി നല്ലൊരു എക്സ്പയറി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.